ജി സുധാകരൻ വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ചു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിലും മറ്റേ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് മാത്രം വാർത്തകൾ കൊടുക്കുകയും അത് ജനങ്ങളെ കൊണ്ട് ഭക്ഷിക്കുകയും അങ്ങനെ അവരുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന നേതാവാണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുള്ള ജി സുധാകരൻ ഇത്തരത്തിലുള്ള പോക്രത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. എനിക്കിപ്പോൾ ജി സുധാകരൻ നിന്ന് വെള്ളാപ്പള്ളിയുടെ ചില പൊന്നാട അണിയിച്ചതിന് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. 80-81 വയസ്സുള്ള ഒരാളെ കൊണ്ടായിട്ട് ഇനി ഒരു പൊന്നാട അണിയിക്കണമെന്ന് പുള്ളിക്ക് തോന്നിയാൽ അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങളുടെ ഉടായ്പാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. മാധ്യമങ്ങൾ എന്താ കാണിച്ചുകൊണ്ടിരുന്നത്? അതായത് പിണറായി വിജയൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ കാർ മാത്രമേ കടത്തിവിടൂ എന്നുള്ളത് കൊണ്ട് ഒരു 400 മീറ്ററോളം പോകാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനൊന്ന് വണ്ടി കയറ്റി. വെള്ളാപ്പള്ളി നടേശനെ വണ്ടി കയറ്റിയതുകൊണ്ട് നാളെ പിണറായി വിജയൻ SNDP യോഗത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അതിന് അനുയായിയും മാറുകയും വെള്ളാപ്പള്ളി നടേശനെ നാവായി മാറുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് അതൊരു വലിയ തെറ്റാണ്. ഓക്കെ, ശരി, അദ്ദേഹം അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ മലപ്പുറത്തെക്കുറിച്ചും മറ്റ് മുസ്ലിം ലീഗിനെ കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ തെറ്റായിരുന്നു. ആ തെറ്റായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയമായ നിലപാടായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കിയതാണ്. അത് പിണറായി വിജയൻ കൂടിയിരുന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ്. അപ്പോൾ അത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാനും പ്രജിതയും തമ്മിൽ ഒരു ആശയപരമായ ഒരു വിയോജിപ്പ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും കാറിൽ കയറ്റാതിരിക്കും? അത് കയറ്റാതിരിക്കും. അതും 80-81 വയസ്സ് കഴിഞ്ഞ ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ കയറ്റാൻ വേണ്ടി തിരിച്ചു. അപ്പോൾ മാധ്യമങ്ങളൊക്കെ എഴുതുന്ന അടുത്ത നരേറ്റീവ് എന്താ? ഒരു മന്ത്രിയെ പോലും പിണറായി വിജയൻ കാറിൽ കയറ്റാറില്ല, എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ ഏതാണ്ട് നിർബന്ധിച്ച് വിളിച്ച് കയറ്റി. ഇനി വലിച്ചു കയറ്റിയെന്ന് തന്നെ എനിക്ക് ഒരു 400 മീറ്റർ ഇവർ തമ്മിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാവുകയും ഈ ആശയം മുഴുവൻ പിണറായി വിജയൻ തലയിലേക്ക് എടുക്കുകയും ചെയ്യും. ഇതൊക്കെ എത്ര അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട എയർ ടൈം, ഏത് സാറ്റലൈറ്റ് ചാനലുകൾ എയർ ടൈമിൽ ഈ ന്യൂസ് കൊടുക്കുകയാണ്. ആ ന്യൂസ് കൊടുക്കുന്ന ചാനലുകൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. UDFന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച UDFന്റെ വോട്ടുകൾ നേടി വൻ വിജയം കരസ്ഥമാക്കി അമ്പലപ്പുഴയിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ള ജി സുധാകരൻ തന്നെ നേരെ ചെന്നിട്ട് ഇദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വർഗീയതയൊക്കെ പോയാ? വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാറിൽ പോലും കയറ്റരുതെന്ന് പറഞ്ഞ ആളുകൾ. കാറിൽ കയറ്റുന്നതോ പൊന്നാട അണിയിക്കുന്നതോ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നമ്മളൊരാളുടെ ആദരവും സ്നേഹവും ഉണ്ടാകുമ്പോഴാണല്ലോ പൊന്നാട അണിയിക്കുന്നത്. കാറിൽ ചിലപ്പോൾ നമ്മൾ ആരെയും കയറ്റിന്നിരിക്കും, നമ്മളായിട്ട് വിരുദ്ധ അഭിപ്രായമുള്ളവരോ ചിലപ്പോൾ എതിരെ അഭിപ്രായമുള്ളവരെയൊക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കാറിൽ കയറ്റും. അതിന് ഇത് കൂടാതെ വെള്ളാപ്പള്ളിയുടെ ഒരു ചടങ്ങ്, ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ട് വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വിളിക്കുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ചെന്നിട്ട് എന്ത് ചെയ്തു, ഒരു മര്യാദ കാണിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരു പൊന്നാട അണിയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അതും ഈ കാറിൽ കയറ്റിയതും ഒക്കെ വലിയ ചർച്ചാ വിഷയമാക്കി. എന്തിനു വേണ്ടി ചർച്ചാ വിഷയമാക്കിയത്? മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പം ഈ ജി സുധാകരൻ കൊണ്ട് ഇതുപോലെ പൊന്നാട അണിയിച്ചതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, മിണ്ടുന്നേയില്ല. ജി സുധാകരൻ ഇപ്പം നിരവധി പൊന്നാടകളുമായിട്ട് നടക്കുകയാണ്. ഇപ്പം പുള്ളി ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്ന മറ്റേ പാണക്കാട് തങ്ങളെ ചെന്ന് പൊന്നാട അണിച്ചിട്ടുണ്ട്. പൊന്നാട അണിക്കുന്നതിന് തെറ്റില്ല, ഞാൻ പറഞ്ഞ അഴിച്ചോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിന് മുമ്പ് ജി സുധാകരൻ ചെയ്ത പണി എന്താണെന്നറിയോ? ജി സുധാകരൻ സ്ഥാനാർത്ഥിത്വം കിട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച ഉടനെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ചെന്ന് കാണുകയും കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയണ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മത്സരിക്കാൻ പോവാണ്, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ തിരികെ പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പാർക്കാണെന്നാണ്. അതായത് പിണറായി ചെയ്യുമ്പോൾ അത് കുഴപ്പം, ജി സുധാകരൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇനി ഈ പരിപാടിയിൽ മാത്രമല്ല ഇട്ടത്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. പിണറായി വിജയന് 81-82 വയസ്സുണ്ടല്ലോ. അദ്ദേഹം വലിയ തോതിൽ അസുഖബാധിതനാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖമുള്ള ഒരാളാണ്. വലിയ ശാരീരിക അസ്വസ്ഥതകൾ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരാളാണ്. പലപ്പോഴും യൂറിൻ ലീക്കേജ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഒരു പൊതുയോഗത്തിൽ നാളെ പ്രജിതയോ ഞാനോ പ്രസംഗിക്കുകയാണെങ്കിൽ പോലും ഒരാളിടക്ക് വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കി എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അറിയാം. ആ ആളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു 3 വട്ടം എന്ത് ചെയ്യുന്നു, ഒരു ചോദ്യം ചോദിക്കാണ്ടെന്ന് ഒരു വകതിരിവില്ലാത്ത ഒരാൾ ഇത് പുറത്തു നിന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ മുഖ്യമന്ത്രി വിജയൻ അദ്ദേഹത്തിന് അഭിനയിക്കാമെന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം ക്ലീൻ ആയിട്ട് പറയുന്നു, ഓക്കെ എന്ത് ചെയ്യൂ, നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുന്നു. ഉടനെ തന്നെ അത് കട്ട് ചെയ്തെടുത്ത് ഭയങ്കര വലിയ വാർത്തയാക്കുന്നു. വാർത്തയായി കുഴപ്പമില്ല.
പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇന്ന് ഇവർ ചോദിക്കുന്നു നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് ശരിക്കും പറഞ്ഞൊരു മര്യാദയില്ലാത്ത പണി ഞാനാണ് കാണിച്ചത് എന്ന് പറയുന്നു. എങ്കിലും അവിടെയെങ്കിലും വെച്ച് വിടണ്ടേ, അത് വാർത്തയാക്കുന്നു. ഇനി അടുത്തത് എന്താ, ഇദ്ദേഹം 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് പുറത്തെടുത്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ അഹങ്കാരമാണെന്ന്. പ്രജിത എൻ്റെ വീട്ടിലുള്ള ഒരു മുത്തച്ഛൻ, 80-82 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, വലിയ അസുഖമായിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന നിൽക്കുന്ന ഒരാൾ, സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈർഷ്യ കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഇത്തരത്തിലൊരു നടത്തിപ്പോയാൽ നമ്മളത് അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ച് എന്ത് ചെയ്യും, ക്ഷമിക്കും. ഇതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ വാർത്തയാക്കും, എനിക്ക് അതിലൊന്നും വിരോധമില്ല. എൻ്റെ ചോദ്യം വേറൊരെണ്ണമുള്ളൂ തിരിച്ച്. ഇതൊക്കെ ഭയങ്കര മര്യാദകേടും വൃത്തികേടുമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജി സുധാകരൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ജി സുധാകരന്റെ വീട്ടിലേക്ക് ഒരു മാധ്യമ പ്രവർത്തക, ഒരു ലേഡി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി ഒന്നും എന്ന് പറയണം എൻ്റെ പെർമിഷൻ ഇല്ലാതെ. മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ഒരു കുഴപ്പവും ഇല്ല. ശരിയാണോ അത്? ഒരു മാധ്യമ പ്രവർത്തക ക്യാമറയും മറ്റേ മൈക്കും എല്ലാമായിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ ചെന്നുണ്ടോ? ഇനി ഇതെല്ലാം പോട്ടെ, 3 തവണയെങ്കിലും ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് വന്നല്ലോ, നിങ്ങൾ എന്ത് മോശമാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചൂടാവുകയും അദ്ദേഹത്തിന്റെ വൈഫ് അടക്കം നിങ്ങൾ ഈ പറഞ്ഞ പോലെ മര്യാദകൾ പറയുകയും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എനിക്ക് ഇവർ രണ്ടുപേരെ പരിചയമുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, അത് വാർത്തയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 70-75 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സിനോട് എടുക്കുന്ന ജി സുധാകരൻ അങ്ങനെ സംസാരിച്ചാൽ നമുക്കത് ക്ഷമിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളതിൽ സെലക്റ്റീവ് ആകരുത്. നിങ്ങൾ പ്രജിതയുടെ അടുത്തും എൻ്റെ അടുത്തും എടുക്കുന്ന മാനദണ്ഡം ഒരേ മാനദണ്ഡം ആയിരിക്കണം. ഈ പിണറായി വിജയൻ, എൻ്റെ ഒരു സംശയമാണ്, പിണറായി വിജയൻ ഇതൊക്കെ പറയുമ്പോൾ ഏജിന്റെ കാര്യം പറയുന്നുണ്ട്. ഏജിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ കാര്യം, ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാള് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇത്രയും നാൾ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അസഹിഷ്ണുതയോട് ഒരു നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പ്രായാധിക്യമുണ്ട്, അല്ലെങ്കിൽ അസുഖബാധിതനാണ് എന്നുള്ളതൊക്കെ പറയും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാൻസർ ആ അസുഖമൊക്കെ ഉൾപ്പെടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ എന്തിനാണ് അദ്ദേഹം ആ ഒരു പദവിയിൽ അങ്ങനെ ഇരിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് അറിയാത്തതല്ല മാധ്യമങ്ങളുടെ ട്രീറ്റ് എങ്ങനെയായിരിക്കും. മാധ്യമങ്ങൾ അവർക്ക് വേണ്ടത് മാത്രമാണ് പലപ്പോഴും. അത് ഈ 2 നേതാക്കളുടെ കാര്യം മാത്രമല്ല, ഏതൊരു വാർത്ത എടുത്തു നോക്കുമ്പോഴും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ആ പദവിയിൽ, അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുമോ? ഈ ചോദ്യത്തിന് എനിക്ക് വിശദമായ മറുപടി പറയണം, അത് കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു 3 മിനിറ്റ് മതി ഒരു മറുപടി പറയാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, താങ്കൾ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് തോന്നും. ശരിയാണ്, ഇത് കറക്റ്റ് ആണല്ലോ എന്ന് ഇപ്പോൾ പ്രജിത കേൾക്കുമ്പോൾ എല്ലാവരും തോന്നും. എൻ്റെ മറുപടി കൂടി കേട്ടിട്ട് നിങ്ങളത് തോന്നണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയനെതിരെ നിങ്ങളങ്ങനെ വിമർശിക്കുന്നതിൽ പോലും തെറ്റില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാൾ പറഞ്ഞത് കൂടി എന്ത് ചെയ്യണം, ഇതുപോലെ വിമർശിക്കാൻ തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? പിണറായി വിജയനെ നിങ്ങൾ വിമർശിച്ചോ, പക്ഷേ ജി സുധാകരന് നിങ്ങൾ എന്തുകൊണ്ട് ഇളവ് കൊടുക്കുന്നു എന്നാണ് ഞാൻ മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞത് താങ്കളല്ല, മാധ്യമങ്ങൾ ഇളവ് കൊടുക്കുന്നതാണ് ഒന്ന്. അല്ല, താങ്കളുടെ പറഞ്ഞാൽ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് അങ്ങനെ പറഞ്ഞതുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം പറയാം. രാഷ്ട്രീയ ചെറ്റത്തരമാണ് ജി സുധാകരൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി, തരവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറ്റ എന്ന് ജി സുധാകരനെ വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കരുത്. ഒന്ന്. രണ്ടാമത്തത്, ഇതേ ഈ പിണറായി വിജയനെ തന്നെ കെ സുധാകരൻ ചെറ്റ മുഖ്യമന്ത്രി എന്ന് വിളിക്കുമ്പോൾ നിങ്ങളത് ഉയർത്തി കാണിക്കുന്ന ഒരു വാർത്തയായി ഇപ്പൊ പ്രജിത അടക്കം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഓർമ്മയില്ലാത്ത എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ അത്രത്തോളം ഗൗരവത്തോടെ ഇത് കൊടുത്തിട്ടില്ല. അതാണ് എന്റെ വിമർശനം. അതായത് നിങ്ങൾ ഒരേ അളവ് പോലിൽ എല്ലാവരെയും കാണണമെന്നുള്ളതാണ് എന്റെ വിമർശനം. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ മോശമായ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പിണറായി വിജയൻ അവിടെ നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പൊസിഷൻ അതെന്താണോ അത് വെച്ചിട്ടാണ് ഇവർ ബ്രേക്കിംഗ് അതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല, അത് മറ്റേ കെ സുധാകരൻ ഇത് പറയുമ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് ആണ്. മനസ്സിലായി? അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആണ്. അതായത് ഇവൻ ഈ മുഖ്യമന്ത്രി എന്ത് ചെറ്റയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം KPCC പ്രസിഡന്റ് ആണ്. അപ്പം അതുപോലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടിയാണ് ഈ മൈ എവിടെ പോയി കിടക്കണേന്ന് ചോദിച്ചത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അതൊക്കെ അല്ല, രാഷ്ട്രീയ മര്യാദ പോലും അല്ല. അല്ല, ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ VD സതീശൻ വന്നൊരു ന്യായീകരണം നടത്തി. ഇതൊക്കെ നമ്മൾ തമ്മിൽ എല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ തമ്മിൽ വിളിക്കണല്ലേ? എനിക്കറിയില്ല, ഞാൻ കൂട്ടുകാരോടൊന്നും വിളിക്കാറില്ല, എനിക്കറിയില്ല.
അപ്പോൾ അത് വിളിക്കണമല്ലേ, നിങ്ങൾ ഇത് എന്തിനാണ് ഇത്ര വലിയ വിഷയമാക്കുന്നതെന്ന് ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ശരി. ഇനി രണ്ടാമത്തെ ചോദ്യം, താങ്കൾ പറഞ്ഞ ഒരു പാട്ടിൽ എന്തിനാണ് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രിയായി നിർത്തിയേക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യത്തിൻ്റെ ഒരു മുന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു അധികാരമോഹമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവും എന്നുള്ളതാണ്. സത്യത്തിൽ അതുപോലെയുള്ള കാര്യം ഞാൻ പറയാം. 2021 എങ്ങനെയാണ് പിണറായി വിജയന്റെ ഒരു വിജയമുണ്ടായത് എന്ന് UDF കൃത്യമായി പഠിച്ചു. അപ്പോൾ പഠിച്ചത് ഇപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു കരുതൽ മുഖ്യമന്ത്രിയായി ഇദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിച്ചുവെന്നും അതുകൊണ്ടാണ് 91 സീറ്റിൽ നിന്നും 99 സീറ്റുകളായി മാറിയതെന്നും ഇദ്ദേഹം പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുമെന്നും ഒക്കെയുള്ള ഒരു തോന്നൽ ആളുകൾക്കുണ്ടായി. പക്ഷെ ഇത് നിന്ന് കൃത്യമായി ചില പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും PR ഏജൻസികളും ഒക്കെ കൃത്യമായി ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു നിലപാടിലേക്ക് എത്തി. ആ നിലപാട് എന്താണെന്നറിയാമോ? വളരെ ദൃഢതയുള്ള, വളരെ കരുത്തനായിട്ടുള്ള, ഇരട്ടച്ചങ്കനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇമേജ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഇനി ഇത് പൊളിക്കണമെങ്കിൽ ഇത് മുഴുവൻ പൊളിക്കൽ നടക്കൂല. ഒരു മുഖ്യമന്ത്രിയുടെ കേസിൽ മുഴുവൻ പൊളിക്കൽ നടക്കൂല. പിന്നെ പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പ്രജിത? ഇത് കുറച്ചും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മതി. അതായത് പ്രജിത ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ഇത്തിരി കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ധിക്കാരിയായി മാറും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു ക്യാരക്ടറിലുള്ള സവിശേഷതയെ എന്ത് ചെയ്യാം, ഒരേ സമയം തന്നെ നല്ലതും ആക്കാം ചീത്തയും ആക്കാം. അതായത് അയാൾ ഭയങ്കര ധിക്കാരിയാണ്, അയാൾ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തോന്നാം. അപ്പൊ അങ്ങനെ തോന്നാമെന്നൊരു ലെവലിലേക്ക് ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാമെന്ന് ആളുകൾ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ അതായത് 5 കൊല്ലം മുമ്പ് പറഞ്ഞ കടക്കു പുറത്തടക്കം എടുത്തുകൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളൊരു നിർമ്മിതി വളരെ ബോധപൂർവം നടത്തുകയും അതുകൊണ്ട് പിണറായി വിജയന് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമുക്ക് പോലും ഇയാൾ എന്തൊരു ധിക്കാരിയാണ്, എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു അഹങ്കാരമാണ് എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്തത് അതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഇനി താങ്കൾ ചോദിച്ച ഒരു പോയിന്റിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം തുടരണമെന്ന്. താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഇൻഫോസിസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയുണ്ട്. സീറോ ഡെപ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ IT കമ്പനിയാണ്. TCS കഴിഞ്ഞാൽ, അതായത് ടാറ്റയുടെ കമ്പനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയാണ്, താങ്കൾക്കറിയാം. ആ കമ്പനിയിൽ നിന്ന് നാരായണമൂർത്തി വിട്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ മകനെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിട്ടുപോയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരികെ വിളിച്ചു. ആ തിരികെ വിളിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരാൾ അത് ഹെഡ് ചെയ്യാൻ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന് CPM ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ CPMനെ സംബന്ധിച്ചോളം പിണറായി വിജയനെ പോലൊരു നേതാവിന് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അവിടെ അത് നിലനിർത്താനായിട്ട് CPM അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചിരുത്തിയിട്ടുള്ളത്. ആ പിണറായി വിജയൻ മൈനസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CPMനെ തകർക്കാൻ എളുപ്പമാണ് എന്നുള്ളത് ആളുകൾക്ക് പലർക്കും തോന്നലുണ്ട്. BJPക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ തോന്നലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ കടന്നാക്രമിച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് വേറൊരു തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അദ്ദേഹത്തിന് അധികാരമോഹമാണെന്ന് ഇപ്പോൾ കടിച്ചും കിടക്കണേനും. ഇനി പ്രതിപക്ഷ നേതാവായി ഇപ്പം അദ്ദേഹത്തെ ഫിക്സ് ചെയ്താൽ പോലും നമ്മൾ പറയാൻ പോണത് ഇത്ര അസുഖമുള്ള ഒരാളല്ലേ, അങ്ങ് മാറിയിട്ട് ആരെങ്കിലും ആക്കിയ പോലെ എന്നാണ്. അത്രത്തോളം മിടുക്കുള്ള, അത്രത്തോളം കഴിവുള്ള, അത്രത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെ പെട്ടെന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള വാസ്തവം കൂടിയുണ്ട്. നേതാക്കളുടെ ക്ഷാമമുണ്ട് എന്നുള്ളതല്ലേ? ക്ഷാമമുണ്ട് എന്നുള്ളതൊന്നുമല്ലെന്നേ. ഞാനിത് നേരത്തെ തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പിണറായി വിജയന്റെ പോലെയുള്ള ഒരു 0.5% അല്ലെങ്കിൽ പകുതി പോലുമുള്ള കാലിബറുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ലോകത്ത് മുഴുവനുണ്ട്. പിന്നെ ആരും സമ്മതിച്ചിട്ടില്ല. ഞാനിപ്പോൾ താങ്കളോട് ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. സുന്ദർ രാജൻ പിച്ചെ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ തമിഴ്നാട്ടിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ലാംബി സ്കൂട്ടറിൽ ജീവിച്ചു വളർന്ന ഒരു അച്ഛൻ്റെ മകനാണ്. അദ്ദേഹം ഗൂഗിളിൻ്റെ CEO ആണ്. കൊടുക്കുന്ന ശമ്പളം എത്രയെന്ന് അറിയും? 2480 കോടി രൂപയാണ്. അദ്ദേഹത്തെ ഗൂഗിളിലേക്ക് ജോലിക്ക് എടുക്കുമ്പോൾ കൊടുത്തത് 300 കോടി രൂപയാണ് ആദ്യം. പിന്നീട് ഒറ്റ കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 1200 കോടിയാക്കി. അത് കഴിഞ്ഞ് 2480 കോടിയാക്കി. ഇപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ പ്രജിതക്കും തോന്നും, ഇപ്പം ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നും ഇത്ര കോടികളൊക്കെ ഒരാൾക്ക് കൊടുക്കണോ, പകരം വേറൊരാൾ വെച്ചാൽ പോലെ തോന്നും. സത്യത്തിൽ പ്രജിത അറിയേണ്ടത് ഇദ്ദേഹം ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനി വിട്ട് ട്വിറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളം ഒറ്റടിക്ക് ഇരട്ടിയാക്കി കൊടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതേപോലെ കാലിബറുള്ള മിടുക്കുള്ള ഒരാളെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം കർണാടകയിൽ DK ശിവകുമാറിനെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസിന് പെട്ടെന്ന് കിട്ടില്ല. രേവന്ത് റെഡ്ഡിയെ പോലുള്ള ആളെ പെട്ടെന്ന് കിട്ടില്ല. ഇപ്പം കർണാടകത്തിൽ BJP ഇപ്പോഴും രക്ഷപ്പെടാത്തത് എന്താണെന്നറിയാമോ? BJP രക്ഷപ്പെടാത്തത് BJPക്ക് അത്തരത്തിൽ കരിസ്മയുള്ള ഒരു നേതാവിനെ എന്ത് ചെയ്യാത്തതുകൊണ്ടാണ്, കിട്ടാത്തതുകൊണ്ടാണ്. ഇവിടെ BJP എത്ര നേതാക്കന്മാരെ പരീക്ഷിച്ചു എന്നറിയോ? സംസ്ഥാന പ്രസിഡന്റായിട്ട് കുമ്മനം രാജശേഖരൻ മുതൽ കഥയും കവിതയും എഴുതുന്ന ശ്രീധരൻ പിള്ള മുതൽ KS സുരേന്ദ്രൻ മുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരെയാണ്, രാജീവ് ചന്ദ്രശേഖർ വരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദ മാൻ ബിഹൈൻഡ് ദ മിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ പോലാണ് നിലനിർത്തിയേക്കുന്നത്. ഇതിനെതിരായിട്ട് ഞാനും ഒക്കെ 3, 4, 5 കൊല്ലം മുമ്പ് വർത്താനം പറഞ്ഞിട്ടുണ്ട് പ്രജിത. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പോലും മനസ്സിലാകുന്നത് ഇത് അങ്ങനെയല്ല വാസ്തവം എന്നുള്ളത്. ഞാനിപ്പോൾ CPM-ൻ്റെ വലിയ നേതാക്കന്മാരായിട്ട് എല്ലാവരുമായിട്ടും മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾ കൊണ്ടിട്ട് വലിയ തോതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇതൊരു നയിക്കുക എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഉള്ളത് കൊണ്ടിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇവരെ തന്നെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇനി വേറൊരാൾ വരുമായിരിക്കും, വന്നിട്ട് അത് എന്ത് ചെയ്യണം, ഇവോൾവ് ചെയ്ത് വരുന്ന ലെവലിലേക്ക് എത്തുമ്പോഴേ അത് എന്ത് ചെയ്യുള്ളൂ, എത്രത്തോളം മിടുക്കനാണ് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം പോലും പ്രജിത അറിയേണ്ടത് BJP-യുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? കേരളത്തിൽ കരിസ്മയുള്ള, കേരളത്തിൽ പൊതുജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറെ കണ്ടെത്താൻ BJP-ക്ക് കഴിയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് രാഷ്ട്രീയത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷെ ഇതിനെ തന്നെ നമുക്ക് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. അതാണ് KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിന് ഇപ്പോൾ അധികാരമോഹമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാവില്ല. ബാക്കിയുള്ള ആർക്കും അധികാരമോഹമില്ലേ? ഈ പ്രകടനം നടത്തുകയും മറ്റേ ഫ്ലക്സുകൾ അടിച്ച് കേരളം മുഴുവൻ വിതരണം ചെയ്യുകയും സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ കോടിക്കണക്കിന് രൂപയിട്ട് ചെലവിട്ട് നടത്തുകയും ചെയ്യുന്ന ആർക്കും അധികാരമോഹം ഇല്ല. പിന്നെ പ്രജിതക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രജിതൻ കുറച്ചാളായല്ലേ ജേർണലിസം ചെയ്യണേ. ഈ രാഷ്ട്രീയക്കാർക്കും ആർക്കും അധികാരമോഹമില്ല. ഒറ്റ കാര്യമുള്ള അവർക്ക് എല്ലാവർക്കും എന്ത്, ജസ്റ്റ് ഒന്ന് നാട് നന്നാവണം. അവർ നശിച്ചാലും കുഴപ്പമില്ല. കറക്റ്റ് അല്ലേ? അപ്പം അതുകൊണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, KC വേണുഗോപാലിൻ്റെ അടുത്ത് മാത്രം എന്ത് ചെയ്യും, അധികാരമോഹം. അപ്പം ഇത് ഈ പറയുന്ന നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ഭയങ്കര, നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം എന്താണെന്ന് അറിയാം പ്രജിത? അത് എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. നാളെ ഞാൻ ഇലക്ഷൻ ഇന്നതൊക്കെ തലവേദന പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്, ബുദ്ധിമാന്മാരാണെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായേ? ഈ കേരളം 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം മുമ്പ് ഉണ്ടായതിനേക്കാൾ എത്രയോ മതപരമായ ചിന്തകൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? യൂട്യൂബിൽ പോലും നമ്മൾ വീഡിയോ ഇട്ടാൽ കയറണമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ ഇടണം. എന്തുകൊണ്ടാണ്? നമ്മളങ്ങനെ പതുക്കെ മനുഷ്യൻ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ പറയും നമുക്കൊരു മതവുമില്ല ജാതിയില്ല, നമ്മൾ മനുഷ്യനായിട്ട് എന്ത് ചെയ്യുകയാണ്, ചിന്തിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഭക്ഷിക്കുന്നത് മുഴുവൻ ഇതാണ്. അപ്പം അതുകൊണ്ട് ഇത് വാസ്തവമാണ്. അതുകൊണ്ട് നമ്മൾ G. സുധാകരനെ പറഞ്ഞു വന്നാൽ G. സുധാകരൻ പൊന്നാടകളുമായി ഇനി നിരവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങും. നമ്മുടെ മാധ്യമങ്ങൾ കണ്ണടച്ച് എന്ത് ചെയ്യും, ഇരുട്ടാക്കും. അത് വെറും വാർത്തയാണ്. മറ്റത് എന്ത് ചെയ്യും, പിണറായി നാളെ ചെന്ന് വെള്ളാപ്പള്ളിയെ വീണ്ടും ഒരു പൊന്നാട കൂടി അണിയിച്ചാൽ അത് വൻ പ്രശ്നമായിരിക്കും. കാരണം CPM അതിൻ്റെ മതേതരമൊക്കെ കളഞ്ഞിരിക്കുന്നു, ഒരു വർഗീയവാദിയെ പൊന്നാടിയിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ G. സുധാകരൻ ചെയ്യുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായി? ജഗതി ഒരു സിനിമ പറയുന്നില്ലേ, മറ്റേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമ പറയുന്നുണ്ട്, മറ്റേ അലമാരി താഴെ വീണ് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്ന്. ഇത് എത്ര കൊല്ലം പഴക്കമുള്ളതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ജഗതി പറയുന്നുണ്ട് പേടിക്കേണ്ടതാ, ഇത് ഞാൻ വിചാരിച്ച് പുതുതാകുന്നത് പഴയതാന്ന് പറയുന്നത്. ഇത് പഴയതാ, ആൻറ്റിക്കാണ്. പക്ഷേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളെ അവതരിപ്പിക്കാം. എങ്ങനെ വേണമെങ്കിലും മിടുക്കോടുകൂടി ബ്രില്യൻ്റായി കാര്യങ്ങളെ അവതരിപ്പിക്കാം. ആ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ കേരളത്തിൽ? അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു.